ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ചില്ലി സോസിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടേക്ക് ഈ ഒരു സോസ് ഞങ്ങൾ നോമ്പ് നല്ല ആക്കി വയ്க்கிறீங்க. നോമ്പിൽ ഞങ്ങൾക്ക് എല്ലാ സ്നാക്സും ഇത് മാത്രമേ ഞങ്ങൾ വേറെ എന്ത് വേണ്ടിയില്ല. ഞങ്ങൾ ഇപ്പോൾ മോമോസ് ആക്കുறீங்க, അതേപോലെ ഞങ്ങൾ ചിക്കൻ റോൾ ആയെങ്കിൽ വേറെ ഏത് സ്നാക്സും ഞങ്ങൾ കൂട്ടുക്കും ഈ ഒരു സോസ് മാത്രമേ ആവും. നല്ല ടേസ്റ്റ് ആയിട്ടേക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ഞാൻ കാട്ടുறேன். ഇതേപോലെ നിങ്ങൾ ആക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടേക്ക് ഞാൻ എങ്ങനെ ആക്കുறேன் ഞങ്ങൾ നോക്കാം. അപ്പോൾ ഒരു സോസ് പാൻ എടുത്തുறேன். അപ്പോൾ ഇതാ ഞാനിവിടെ ഫസ്റ്റ് ஒரு அரை கப் எடுத்துறேன். நான் இப்போ கப் இல்லைன்னு கேட்டீங்க, நீங்கள் இப்போ சரி ஒரு பவுலில் நீங்கள் இதுக்கு பேன தண்ணி சுகர் எல்லாம் ஒரு பவுலில் எடுக்கிறீங்க, அதே பவுலில் நீங்கள் தண்ணி சுகர் எல்லாம் அழுந்துட்டு எடுத்துங்க. இது அப்போ வினிகர் வேணும். அப்போ நானோட அரை கப்பு வினிகர் எடுக்கிறேன். நீங்கள் இப்போ ஒரு பவுலில் நீங்கள் ஒரு கப்பு ஒரு பவுல் வினிகர் எடுக்கிறீங்க, அதில் நீங்கள் செய்யும் அளவில் தண்ணி பின்ன சுகர் எல்லாம் எடுத்துங்க. இது அப்போ அரை கப்பு வினிகர் எடுத்துறேன், நார்மல் தண்ணி அரை கப்பு, பின்ன அதே போல் ஒரு அரை கப்பு சுகர். இப்போ மூணும் அரை கப்பு செய்யும் அளவில் நான் எடுத்துடுவேன். அதில் பின்ன நாங்கள் ಬೆಳ್ಳುಳ್ಳಿ வேணும். ಬೆಳ್ಳುಳ್ಳಿ പൊടിയായിട്ട് കട്ടാക്കിയത് അതൊരു 1.5 ടേബിൾ സ്പൂൺ അത്ര കണ്ടല്ലേ, അത് പൊടിയായിട്ട് കട്ടാക്കിയത് വലിയ സ്പൂണിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അത്ര വേണം. അതിൽ പിന്നെ ചില്ലി ഫ്ലേക്സ് ഞാൻ അതുപോലെ ഒരു 2.25 ടേബിൾ സ്പൂൺ അത്ര ഇട്ട് കൊടുക്കുறேன். അതിൽ പിന്നെ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക ചെന്നെങ്കിൽ ഞങ്ങൾ ഈ റെഡ് ക്യാപ്സിക്കം ഉണ്ടല്ലേ അതിരെ പൊടി ഇതുവേ വേണുണ്ടില്ല. ഇതില്ലെന്ന് തന്നെ ഞങ്ങൾ നോർമൽ ചില്ലി പൗഡർ ഉണ്ടല്ലേ, കാശ്മീരി ചില്ലി പൗഡർ അത് ഇട്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂൺ അത്ര ഇട്ട് കൊടുത്തത്. ഇത് കാരക്കില്ല, കളർ മാത്രം ഇക്കടെ. പിന്നെ ഞങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട് కానీ അത് നിങ്ങൾ നോക്കിയിട്ട് ഒരു ടീസ്പൂൺ അതല്ലെങ്കിൽ 1.5 നോക്കിയിട്ട് ഇട്ട് കൊടുക്കുറോ അത്രമേയാവും. അതിനെക്കാട്ടി ആരെ വേണുണ്ടില്ല. അതിൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ് സോസും ബീത്തി കൊടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൽ കോൺഫ്ലോർ വേണം. കോൺഫ്ലോറും അതേപോലെ ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂണും അതിങ്ങനെ നിറച്ചു എടുത്തിട്ടില്ല, ഇങ്ങനെ ലെവലാക്കിയിട്ട് കണ്ടല്ലേ ഇതുപോലെ എടുത്തേ. നോക്കിയിട്ട് ബേനുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഉപ്പസ് കലക്കിയുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഇത്രമേയാവും. ഇപ്പോൾ ഈ ഒരു 2 സ്പൂൺ ഇട്ടിട്ട് അത് തെല്ല് തണ്ണി വിത്തിട്ട് നല്ല ഒന്ന് ഇത് കലക്കിയിട്ട് വയ്ക്കണം. നല്ല മിക്സ് ആക്കിയിട്ട് ഇത് ഒരു സൈഡിലേക്ക് ഇട്ട് ഇപ്പോൾ കോൺഫ്ലോർ ഇതാ ഇതുപോലെ നല്ല മിക്സ് ആക്കി എടുത്തേ. ഇതിവിടെ ഇട്ടിട്ട് സൈഡിൽ അപ്പോൾ ഇതൊന്ന് നല്ല ഒന്ന് ഫസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയോളാം. അതിൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല, നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റവ് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ സ്റ്റവ് ഓണാക്കി കൊടുത്തേ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല പായ്ക്കട്ട് ചുമ്മ നേരം പായപ്പാട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല, നല്ല ഒന്ന് പായച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതാ പായച്ചുകൊണ്ടുണ്ട് കണ്ടല്ലേ. ഈ ഒരു സോസ് നിങ്ങൾ നോമ്പ് മുതൽ എന്തായാലും നിങ്ങൾ ആക്കി വെക്കുമോ. നിങ്ങൾക്ക് നോമ്പിലെല്ലാം എല്ലാ സ്നാക്സും ഇത് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്ന ചെന്നപോലെ വേഗമേ കാലിയോടും മക്കൾക്കെല്ലാം ഇത് നല്ല ഇഷ്ടമാണ്. ഉപ്പും പുളിയും പിന്നെ കാരം ഇതെല്ലാം ഒരേപോലെ ആയിട്ട്. ഇതൊക്കെ എക്സ്ട്രാ ഉപ്പ് ഇടൊന്നിട്ടില്ല, ഞങ്ങൾ ഇത് സോസ് എല്ലാം ബിത്തരില്ല, അതിൽ കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ടോ, ഞങ്ങൾക്ക് എക്സ്ട്രാ ഉപ്പ് വേണ്ട. അപ്പോൾ ഇത് നല്ല പയച്ചുകൊണ്ടുണ്ടോ. ഇന്നലെ ഞാൻ ക്രീം ചീസിൻ്റെ വീഡിയോ ഇട്ടാണ്, അത് കാണാത്തെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ, അത് ബേനുണ്ടായി നോക്കൂ. പിന്നെ അതുപോലെ മുന്നോലുള്ള മൈനസിൻ്റെ വീഡിയോസ് എല്ലാം ബേനുണ്ടായെങ്കിൽ നോമ്പിലെല്ലാം ബേനിങ് അതും ഞാൻ മുന്നോലുള്ള വീഡിയോ അപ്ലോഡ് ആക്കിയാണ്. എഗ് മൈനസ് അതേപോലെ മിൽക്ക് മൈനസ് അതെല്ലാം വീഡിയോ ഇട്ടാണ്, അത് ബേനുണ്ടായി നോക്കൂ. അപ്പോൾ ഇതാ നല്ല പയച്ചുകൊണ്ടുണ്ട്. ഇതുപോലെ നല്ല പയച്ചിട്ട് ಬಂದ್ರല്ലേ ഇത്രമേയാവും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ കോൺഫ്ലോർ ഞങ്ങൾ മിക്സ് കലക്കി വെച്ചിരല്ലേ അവർ തന്നെ ഇതാ ഇതുപോലെ ഒറുക്കമേ ബീത്തണ്ട, എന്നുവെച്ചാൽ ഇത് ഗട്ടി ആറായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തെല്ല് ബീത്തിട്ട് ഞങ്ങൾ തിക്നെസ് നോക്കിയിട്ട് ബേനുണ്ടെങ്കിൽ ബീത്തിങ് എത്ത്. അപ്പോൾ തെല്ല് ബീത്തി കൊടുത്തേ. അപ്പോൾ ഈ ടൈമിൽ തെല്ല് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒന്ന് കൊറടിയാക്കി കൊടുക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചുള്ളവർ വെച്ചിട്ട് ഇതാ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അത് ഞങ്ങൾ തിക്നെസ് നോക്കിയിട്ട് ഞങ്ങൾ ബേന എത്ര ബീത്തി കൊടുത്തെങ്കിൽ എത്ത്. ഒബസ്തെല്ല് കൊറടി ഉണ്ടോ ഒബസ്തെല്ല് ബീത്തി കൊടുക്കറേ. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ തെല്ല് ബീത്തിട്ട് നല്ല തിക്നെസ് ഞങ്ങൾ എത്ര ಬೇನೋ അത് അഡ്ജസ്റ്റ് ആക്കി കൊടുത്തെങ്കിൽ എത്ത്. ചുമ്മ ലൂസ് ആക്കണ്ട, അതേപോലെ ചുമ്മ ഗട്ടിയാക്കിടുതും വേണ്ട. അപ്പോൾ ഇത് തെല്ല് ലൂസ് ഉണ്ടോ ഒന്നും കൂടി ഒന്ന് തിക്കാവണോ, തെല്ല് ഗട്ടിയാവണോ. അപ്പോൾ വാപ്പസ് തെല്ല് ബിത്തി കൊടുത്തേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ കോൺഫ്ലോർ ഞങ്ങൾ കലക്കി വെച്ചത് എല്ലാം ബീത്തിരാ. അപ്പോൾ ഇത് കണ്ടല്ലേ ഇതൊരു തെല്ല് ലൂസ് പോലെ ഉണ്ടതാ, തെല്ല് ലൂസ് പോലെ ഉണ്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അത്ര കോൺഫ്ലോർ തെല്ല് തണ്ണിൽ കലക്കിയിട്ട് ഒപ്പസ് ബീത്തി കൊടുക്കറേ. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ബേനുണ്ടായി മാത്രം നിങ്ങൾ ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ബേനെങ്കിൽ മാത്രം ഇത് നിങ്ങൾ എക്സ്ട്രാ കലക്കിയുണ്ടെങ്കിൽ ഇത് ഇത് തെല്ല് കെട്ടിക്കൊറടി പോലെ കണ്ടെത്ത്. അപ്പോൾ ഞാൻ ഒപ്പസ് തെല്ല് കലക്കിയിട്ട് ബീത്തി കൊടുത്തേ. നല്ല അതേപോലെ മീഡിയം ഫ്ലെയിമിൽ തെല്ല് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഗട്ടിയിൽ മയോ കണ്ടല്ലേ ഇത്ര തിക്നെസ്സിൽ വേണോ. ഇതിനെക്കാട്ടി ചുമ്മ ഗട്ടി അവിടെ വേണ്ട, പിന്നെ ചുമ്മ ലൂസ് അവിടതും വേണ്ട. ഇത് മയ്യാവോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് എടുക്കാം, ഇത് കണ്ടല്ലേ ഈ ഒരു ഗട്ടിയിലേക്ക് കട്ടിത്. അപ്പോൾ ഇത് മയ്യാവോ എടുക്കണം, ഞാൻ ഓഫാക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ സ്വീറ്റ് ചില്ലി സോസ് കൂടെ റെഡി ആയിട്ട് ഇതൊന്ന് ചൂട് പോയിൽ പിന്നെ നിങ്ങൾ ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിട്ട്. അപ്പോൾ കണ്ടറിയില്ല എത്ര ഈസി ആയിട്ട് നിങ്ങൾ ആക്കിയെടുക്കാണ്ട്, നല്ല ഈസി ആയിട്ടിക്കറ്, അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറ്. എന്നുവെച്ചാൽ പോലെ നോമ്പിൽ എന്തായാലും നിങ്ങൾ ആക്കി വെക്കുമോ എല്ലാ സ്നാക്സും ഇത് നല്ല ആവിടും. ഞങ്ങൾ പർത്തര കിട്ടുന്നതിനെ കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. പർത്തര ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണോ,
അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവത്തലാക്കി എടുക്കുക. നിങ്ങൾ ആക്കി വയ്ക്കറോ നോമ്പുകെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത് നിങ്ങൾ ഇത്ര ഗട്ടിയിൽ പേന് ഇതിനിപ്പോൾ ഇതിന് ചുമ ഗട്ടിയാവില്ല. വേനുണ്ടെങ്കിൽ ഒന്ന് ലൂസായിട്ട് വേനുണ്ടെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ ലൂസാക്കി കൊടുക്കുക. തില്ല ലൂസ് ചുമ ലൂസാക്കണ്ട. ഈ ഒരു ഗട്ടിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു കുപ്പി എടുത്തേ. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഇത് കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ കണ്ടല്ലേ, അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എന്തായാലും ആക്കി നോക്കൂ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേരിക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.